പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് ശ്രേഷ്ഠമായ ഒരു നിത്യത ഒരുക്കുന്നുണ്ട്. ഈ ലോകം നിത്യതയുമായിട്ട് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. അത്ര ഭംഗിയേറിയത്, ആശ്വാസമേറിയത്, നിത്യമായി പിതാവുമായിട്ടുള്ള സഹവാസത്തിന്, അവിടുത്തെ മാർവിൽ വിശ്രമിക്കേണ്ടതിന് കർത്താവ് നമുക്കായിട്ട് നിത്യതയൊരുക്കുന്നു. ആ നിത്യത നഷ്ടമാക്കി കളയുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. ഭൗതിക വിടുതലും സമാധാനവും സൗഖ്യവും അനുഗ്രഹവും ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഇവയൊന്നും നമ്മളുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയരുത്. 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെ ഒന്ന് വായിച്ചു നോക്കണേ. അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നാം ഈ ലോകത്തെ സ്നേഹിക്കരുത്. ശരിയാ, ലോകം വിട്ട് ഓടിപ്പോകുവാനൊന്നും സാധിക്കത്തില്ല. നാം എല്ലാം ഈ ലോകത്തിൽ തന്നെയല്ലേ വസിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിലുള്ളതിനുമായി അസാധാരണമായ അറ്റാച്ച്മെൻറ്റ് പാടില്ല. യാതൊന്നുമായി ഒരു സോൾട്ടായി പാടില്ല. അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. എല്ലാത്തിനും ഒരു പരിധി സൂക്ഷിക്കുക. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു പരിപാലിപ്പാൻ എളുപ്പമാണ്. പക്ഷേ വേർപാട് സൂക്ഷിപ്പാൻ അല്പം ബുദ്ധിമുട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, വേർപെട്ടിരിക്കേണ്ടതിനോട് വേർപെട്ടിരിക്കണം. കൺമോഹം അരുത്, ജീവനത്തിൻ്റെ പ്രതാപം അരുത്, ജഡമോഹം പാടില്ല. നമ്മുടെ ഫ്ലഷിനെ ഉണർത്തുന്ന പാപചിന്തകൾ, പാപപ്രവൃത്തികളിൽ നിന്ന് അകന്നിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുക. നൈമിഷികമായ സുഖത്തിൻ്റെ പിന്നാലെ പോകരുത്. മോഹം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? കാഴ്ചയിൽ നിന്നല്ലേ? ഒരു വസ്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ അതിനോടുള്ള ആഗ്രഹം കൂടുന്നു, അത് മോഹമാകുന്നു. പിന്നത്തേതിൽ പാപത്തെ പ്രസവിക്കുവാൻ ഇടവരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിനെ സൂക്ഷിക്കുക, കാണേണ്ടത് മാത്രം കാണുക. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ചേർച്ചിലെ യങ്സ്റ്റേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, കാണാം പക്ഷെ നോക്കരുത്. കണ്ടേക്കാം, ജീവിതയാത്രയിൽ പലതും കണ്ടെന്ന് വന്നേക്കാം. പക്ഷേ കണ്ണിനെ സുഖപ്പെടുത്തുന്നതിനെ വീണ്ടും നോക്കാതെ ആ കണ്ണിനെ സൂക്ഷിക്കുക. കണ്ണുമായി നിയമം ചെയ്യുക. അരുതാത്തതിനോട് വിട പറയുക. ഞാൻ നമ്മൾ യങ്സ്റ്റേഴ്സിനോട് ഇങ്ങനെ പറയാറുണ്ട്. അവരെന്നോട് വന്ന് പല ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെ പോയാൽ എന്താ, അങ്ങനെ ചെയ്താൽ എന്താ, അതൊന്നും പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ലേ, ദൈവവചനത്തിൽ അതൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ ഇങ്ങനെ മറുപടി പറയാറുണ്ട്. ദൈവസാന്നിധ്യമില്ലാത്ത ജീവിതം നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനു മുമ്പ് ഒരു നിമിഷം ഹോളി സ്പിരിറ്റിനോട് ചോദിക്കുക, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകുമോ എന്ന്. പോകുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവ് കൂടെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകാം. നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവും കൂടെ ഇരുന്ന് കാണുവാൻ സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അല്ലാത്തതെല്ലാം പാപമാ, നിത്യതയിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാ. ഞാൻ ഡെയിലി എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധാത്മാവേ, അങ്ങില്ലാത്ത ആഘോഷങ്ങളോ, അങ്ങില്ലാത്ത സന്തോഷങ്ങളോ, അങ്ങില്ലാത്ത യാത്രകളോ ബന്ധങ്ങളോ ഒന്നും വേണ്ട. എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടോ അവയിലെല്ലാം പ്രയോറിറ്റി അങ്ങുള്ളത് മാത്രം മതി. എത്ര പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കും? ഈ ദിവസങ്ങളിൽ ലോകമോഹങ്ങൾക്ക് പിന്നാലെ പോകാതെ, ഏത് സമയവും അഴിഞ്ഞു പോകുന്ന പാപസ്വഭാവങ്ങൾക്ക് പിന്നാലെ പോകാതെ ദൈവ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? നമ്മളുടെ ഈ ആയുസ് എത്ര ചെറുതാ. കഴിഞ്ഞ ദിവസം എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായി. എൻ്റെ മമ്മിയുടെ സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടു. രാവിലെ തൻ്റെ ബിസിനസ്സിലേക്ക് കടന്നു പോകുവാൻ ഒരുങ്ങുകയായിരുന്നു. തൻ്റെ ഡ്രസ്സ് പ്രസ് ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് സ്ട്രോക്ക് ഉണ്ടായി. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, എത്ര പെട്ടെന്നാ. താൻ പോലും ചിന്തിച്ച് കാണത്തില്ല, അറിഞ്ഞു കാണത്തില്ല. യാതൊരു രോഗലക്ഷണങ്ങളും ആ ശരീരത്തിലില്ലായിരുന്നു. എന്നാൽ ജീവൻ്റെ ഉടമസ്ഥൻ പ്രാണനെ തിരിച്ചു വിളിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് യാത്ര പറയുവാൻ ഒരു നിമിഷം പോലും ലഭിച്ചില്ല.
ഇത്രയേ ഉള്ളൂ ജീവിതം. അപ്പോൾ നാം എത്രമാത്രം ഒരുക്കത്തോടെ ആയിരിക്കണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നൂടെ ഇങ്ങനെ അങ്ങ് പോട്ടെ, നാളെ ഒരുങ്ങാം, നാളെ കുറവുകളെ ഏറ്റുപറയാം, നാളെ ചിലതിനെ ഉപേക്ഷിക്കാം എന്ന് കരുതല്ലേ. നാളത്തെ ദിവസം നമ്മളുടേതല്ല. ഓരോ നിമിഷവും ജീവിക്കുമ്പോൾ അത് നമ്മളുടെ അവസാന നിമിഷം എന്ന് കരുതി ഒന്ന് ജീവിച്ചേ. കർത്താവിനെ ആരാധിക്കുക, യേശുവിനെ ഒത്തിരി സ്നേഹിക്കുക, കർത്താവിനോട് പറ്റിയിരിക്കുക. അവിടുന്ന് നമ്മളെ അൺകണ്ടീഷണലായി സ്നേഹിച്ചു, ഒരു വ്യവസ്ഥയും കൂടാതെ നമുക്കായി ജീവൻ തന്നു. ആ കർത്താവിനെ തിരികെ സ്നേഹിക്കുവാൻ ഒന്ന് മനസ്സ് വെച്ചേ. ആ കർത്താവിന് ഒരുക്കുന്ന നിത്യത പ്രാപിക്കേണ്ടതിന് ഈ ലോക മോഹങ്ങളെ ഒഴിവാക്കുവാൻ, അതിനോട് എതിർത്ത് നിൽക്കുവാൻ ഒന്ന് മനസ്സ് വെച്ചേ. വേർപാട് പാലിക്കേണ്ടതിനോട് വേർപാട് പാലിക്കുക. അതെ, എൻ്റെ പ്രിയരോട് ഞാൻ വീണ്ടും പറയട്ടെ, പരിശുദ്ധാത്മാവില്ലാത്തത് ഒന്ന് നമ്മളുടെ ജീവിതത്തിൽ വേണ്ട. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെയുള്ളതൊക്കെ സംഭവിച്ചിട്ടുണ്ടായേക്കാം. എന്നാൽ ഇന്ന് അതൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? ഒന്ന് ഉപേക്ഷിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം അനുതാപവും മാനസാന്തരവുമാണ്. അത് ഡെയിലി സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി എന്നും ഞാൻ വിശുദ്ധൻ്റെ കാറ്റഗറിയിലായിരിക്കും എന്ന് കരുതരുത്. നാം മനുഷ്യരാ, വികാരങ്ങളും ശരീരവും ജഡവും ഒക്കെയുള്ള വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും പാപം സംഭവിച്ചേക്കാം. ആയതിനാൽ ഓരോ നിമിഷവും അനുതാപമുള്ള, നുറുക്കമുള്ള ഒരു ഹൃദയം വേണം, നന്ദിയുള്ള ഒരു ഹൃദയം, ഒരു ഗ്രേറ്റ്ഫുൾ ഹാർട്ട് വേണം. എന്നും മാനസാന്തരപ്പെടണം, നിത്യതയെ ധ്യാനിക്കണം. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ MV ചാക്കോ, എൻ്റെ പാരൻസ്, ഞങ്ങൾ ഒത്തിരി ബഹുമാനിച്ച അഭിഷക്തൻ, ആ പാസ്റ്ററുകൾ ശുശ്രൂഷിക്കുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ മണിക്കൂറിലും നിത്യത എന്ന് പറയുക. അതായത് കർത്താവ് ഒരുക്കുന്ന നിത്യതയെ മറന്നു പോകാതെ ആ നിത്യത ഓരോ മണിക്കൂറിലും ധ്യാനിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരോട്, റോസ് ഓഫ് ഷാരൻ കുടുംബത്തോട് ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നമ്മളെല്ലാം നിസ്സാരക്കാരാ. നമ്മുടെ ആയുസ് കർത്താവിൻ്റെ കരത്തിലാണ്. നമ്മളെ ജീവനോടെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവിക പദ്ധതിയുണ്ട്. അത് അടിച്ചു പൊളിച്ച് ജീവിച്ച് തീർക്കേണ്ടതിനല്ല. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഉദ്ദേശം പൂർത്തീകരിച്ച് മനോഹരമായി ദൗത്യം കംപ്ലീറ്റ് ചെയ്ത് പ്രാണപ്രിയൻ ഒരുക്കുന്ന നിത്യതയിലേക്ക് കടന്നു പോകണം. അതിന് വിരോധമായി ജീവിതത്തിൽ ഒന്നും അനുവദിക്കാതിരിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങിന്ന് ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിന് നന്ദി. ലോകമോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവരാ നിലനിൽക്കുന്നത്. ഞങ്ങളുടെ ഈ ലോകത്തിലെ സകല പ്രവൃത്തികളും, ഞങ്ങളുടെ ജീവിതവുമൊക്കെ ഞങ്ങളുടെ മരണം വരെയുള്ളൂ. എന്നാൽ അങ്ങയെ സ്നേഹിക്കുന്നതും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന നന്മകളും ഞങ്ങളുടെ നിത്യതയോളം ഞങ്ങളെ പിന്തുടരുമല്ലോ. ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. പാപം ചെയ്യാതെ ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിന് പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ഓരോ നിമിഷവും ബോധ്യം തരണമേ. അങ്ങില്ലാത്തതൊന്നും വേണ്ട, അങ്ങില്ലാത്തതൊന്നും വേണ്ട. അങ്ങയെ മറന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യണ്ട, ഒന്നും കാണണ്ട, ഒന്നും പ്രവർത്തിക്കണ്ട. ഞങ്ങൾക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നിത്യതയ്ക്കായി ഒരുങ്ങട്ടെ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിലെ പ്രയോറിറ്റി അങ്ങയുടെ സാന്നിധ്യമായിരിക്കട്ടെ. അവർ അങ്ങയെ സ്നേഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവനെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കുന്ന ആ നിത്യതയ്ക്കായി ഓരോ നിമിഷവും ഒരുങ്ങി കാത്തിരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. വി ലവ് യു മോർ കർത്താവേ. എൻ്റെ പ്രിയരെ ഞാൻ ഒരിക്കൽ കൂടെ ബ്ലെസ് ചെയ്യുന്നു. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങൾ ഇന്ന് 1 യോഹന്നാൻ 2 അധ്യായം ഒന്ന് ധ്യാനിക്കണേ. അത് ധ്യാനിച്ചിട്ടേ ഇന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോകാവൂ. അല്പസമയം അതൊന്ന് ധ്യാനിച്ച് ദൈവകരത്തിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് തുടർന്നും നിങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. ബ്ലെസ് യു. ലവ് ഈച്ച് വൺ ഓഫ് യു.